ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. സെയിം പേജ് തന്നെ. ക്യാൻ വി മേക്ക് എ സ്ക്വയർ പിരമിഡ് വിത്ത് ലാറ്റർ സർഫസ് ഏരിയ ഈക്വൽ ടു ബേസ് ഏരിയ? ഒന്നും ചെയ്യാനില്ല. ബേസ് ഏരിയയും ലാറ്റർ സർഫസ് ഏരിയയും സെയിം ആണെങ്കിൽ ഈക്വൽ ആയിട്ട് ഒരു പിരമിഡ് ഉണ്ടാക്കാമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം ഇവിടെ നോക്കി, നമുക്കറിയാം നമ്മുടെ ടോട്ടൽ സർഫസ് ഏരിയ, ഒരു പിരമിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസിന്റെ ഏരിയയും 4 ട്രയാങ്കിൾസിന്റെ ഏരിയയും കൂടെ കൂടുന്നതാണല്ലോ. അതാണ് നമ്മുടെ ഫോർമുല a² + 2al. ഇപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിന്റെ വില എന്ത് കൊടുക്കാമോ? ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? വില ഒന്നും തന്നിട്ടില്ല, നമ്മൾ അതിന്റെ ഫോർമുല മാത്രം കൊടുക്കാമെന്നാണ്. ബേസ് ഏരിയ നമുക്കറിയാം ഫോർമുല എന്താണ്? a². ഇനി അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ ഫോർമുല എന്താണ്? 2al. ഇനി ഇത് ഈക്വൽ ആകാമെന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇത് തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്യാൻ പോവാം, ഈക്വൽ ആക്കാൻ പോവാം. a² അതായത് ഇതും ഈക്വൽ ആണ്. 2al. a², അതായത് ബേസ് ഏരിയ ലാറ്ററൽ സർഫസ് ഏരിയയ്ക്ക് ഈക്വൽ ആണെന്ന് ഇട്ട് കൊടുത്ത് നോക്കുക നമ്മൾ, അത് ശരിയാകുമോ? നോക്കിയേ, നമുക്കിവിടെ എന്തെങ്കിലും നമുക്ക് ക്യാൻസൽ ചെയ്യാമോ? പറ്റുമല്ലോ. എന്താണ്? ഈ സൈഡിലൊരു എ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്, ഒരു എ ക്യാൻസൽ ആയിപ്പോയി. ദാറ്റ് ഈസ് a = 2l. അതായത് അല്ലെങ്കിൽ നമുക്ക് എല്ല് മാത്രമായിട്ട് നോക്കാം. l = a/2. ഇതെങ്ങനെ കിട്ടിയേ? l ഒറ്റയ്ക്ക് ആക്കിയപ്പം എല്ലിൻ്റെ കൂടെ കിടന്ന 2 ഇവിടെ എന്ത് ചെയ്യുമായിരുന്നു? 2ഉം എല്ലും കൂടെ ഇൻറ്റു ചെയ്യുമായിരുന്നു. അത് നമ്മുടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആകും. ഇവിടെ ഇൻറ്റു ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഡിവൈഡ് ആകും. അതാണ് l = a/2. അതായത് നമുക്ക് മേക്ക് ചെയ്യാം, ഒരു പിരമിഡ് ഉണ്ടാക്കാം. പക്ഷേ എന്തായിരിക്കണം? എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എന്താണ്? ഈ സൈഡ് ലാറ്ററൽ എഡ്ജസ് എന്ന് പറയുന്നത് നമ്മുടെ എയുടെ എന്ന് പറഞ്ഞാൽ ഈ വശം, അതായത് സ്ക്വയറിന്റെ ഒരു വശമാണ് എ. ഇപ്പൊ നമ്മൾ ഒരു പിരമിഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കണം? ഇതിന്റെ ഈ വശം എ എന്ന് പറയുന്ന ബേസിന്റെ പകുതി ആയിരിക്കണം നമ്മുടെ ഈ രണ്ട് സൈഡ്. എന്നാൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? ഒരു പിരമിഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും നിങ്ങൾ ചെയ്തിട്ടാൽ മതി. അതായത് രണ്ടിൻ്റെ ഫോർമുല നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കാണിക്കുക. എ എന്ന് പറയുന്നത് 2l ആയിരിക്കണം, അത് എല്ലിൻ്റെ ഇരട്ടി ആയിരിക്കണം. അല്ലെങ്കിൽ എൽ എന്ന് പറയുന്നത് എയുടെ ഈ വശത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ഈ ഒരു വശം എന്ന് പറഞ്ഞാൽ പകുതി ആയിരിക്കണം. എന്നിട്ട് ഇതുപോലെ എഴുതിയിട്ടാൽ മതി. L should be to make a square pyramid. The lateral side should be half of base. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ആൻഡ് ബൈ റെഡ്യൂസിങ് ആംഗിൾ ഒരിക്കലും 90 ഡിഗ്രി ആയിരിക്കണം. 90 ഡിഗ്രി ആണ് നമുക്ക് കിട്ടത്തില്ല. ആംഗിൾ << 90 ഡിഗ്രി എന്നോട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. സിമ്പിൾ അല്ലേ?